അപ്പോൾ ജെയിംസ് സാർ ഈ പറയുന്ന അങ്ങോട്ടേക്ക് വരുന്നു ആയത്തുള്ള അലി ഖൊമനയെയും അവരുടെ IRGC തലവനെയും അവരുടെ ഇന്റലിജൻസ് മേധാവിയും ഒക്കെ ക്ലീൻ വൈപ്പ് ഔട്ട് ആക്കുന്നു. അതോടുകൂടി അവിടെ റെജീം ചേഞ്ച് എന്ന പ്രതീക്ഷ അസ്ഥാനത്താണ്. ഭരണകൂടത്തെ വീഴ്ത്താൻ എളുപ്പമല്ലെന്ന് അമേരിക്കൻ ഇസ്രായേൽ ഇന്റലിജൻസ് ഒക്കെ വിലയിരുത്തുക അല്ലേ? ഒരു കാര്യം വളരെ വ്യക്തമാണ് ഹാഷ്മി. ഈ 2003 അമേരിക്ക ഇറാഖിൽ ആക്രമിച്ചപ്പോൾ സദാം ഹുസൈനെ വീഴ്ത്തുക, അതോടെ ഭരണകൂടം വീഴും. ആ സ്ട്രാറ്റജി വളരെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തു. സദാം ഹുസൈൻ വീണപ്പോൾ ഇറാഖ് വീണു. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് അമേരിക്കയുടെ സ്ട്രാറ്റജി തന്ത്രമായിരുന്നത്. അവിടുത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെ വധിക്കുന്നതോടെ അല്ലെങ്കിൽ പിടികൂടുന്നതോടെ അവിടുത്തെ പ്രക്ഷോഭകാരികളൊക്കെ ഒരുമിച്ച് കൂടി അവരുടെ ഭരണമാറ്റം ഉണ്ടാവുമെന്ന് വല്ലാതെ മോഹിച്ചു അമേരിക്കയും ഇസ്രായേലും. പക്ഷെ അതല്ല കാര്യമുണ്ടായത്. ഒരു വിദേശ ശക്തി വന്ന് ഇറാനിൽ ആക്രമിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഒരുമിച്ച് ദേശസ്നേഹത്തിന്റെ പേരിൽ കൂടി പ്രക്ഷോഭകാരികളടക്കം അതൊരു രാജ്യത്തെ ഒറ്റക്കെട്ടായി നിർത്തുമെന്നുള്ള രീതി അവർ കണ്ടില്ല എന്ന് മാത്രമല്ല, പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയെ വധിച്ചതോടെ ഒരു ജനവികാരം, ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങി. എന്തായാലും ഇറാനിലെ ഭരണകൂടത്തെ, ഇസ്ലാമിക ഭരണകൂടത്തെ വീഴ്ത്താമെന്ന ഒരു വ്യാമോഹമോ മോഹമോ അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. അവരുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നു. വീഴ്ത്തുക എളുപ്പമല്ല, ഇതല്ല എന്ന് മാത്രമല്ല അവർ കൂടുതൽ ശക്തരായിരിക്കുന്നു, ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിൽ നിൽക്കുകയാണ് എന്നുള്ള തരത്തിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ കൺട്രോളിലാണ്. കാര്യം അതൊക്കെ തകർക്കുമെന്നൊക്കെ ട്രംപ് പറഞ്ഞെങ്കിലും ഒന്നും നടക്കുന്നില്ലെന്ന് മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ വരുന്നില്ല. 20% എണ്ണ വരുന്ന ഇതാണ് അവിടെ അടഞ്ഞു തന്നെ കിടക്കുന്നു എന്ന് മാത്രമല്ല, ഒരു തരത്തിൽ അത് തുടരുക തന്നെ ചെയ്യുമെന്ന് ഖമനായിയുടെ മകൻ മുജ്തബ പറഞ്ഞിരിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നത് ഈ തന്ത്രത്തിന് പിന്നിൽ ആരാണ്? ഈ അതേപോലെ തലപ്പത്തുള്ളവർ വധിക്കപ്പെട്ടാലും ഭരണകൂടം വീഴില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് പിന്നിൽ മേജർ ജനറൽ ആയിട്ടുള്ള മുഹമ്മദ് ജഫേരി എന്ന വളരെ സമർത്ഥനായിട്ടുള്ള അവരുടെ മേധാവിയാണെന്നുള്ള വാർത്തകൾ വലിയ രീതിയിൽ വരികയാണ്. കാരണം 2003 ഇറാഖിലെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അവരുണ്ടാക്കിയ സ്ട്രാറ്റജിയാണ്. വധിക്കപ്പെട്ടാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകനെ തിരഞ്ഞെടുക്കണമെന്നുള്ള ചിന്ത പോലും നേരത്തെ ഉണ്ടായിരുന്നുവെന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ കൺസോൾഡേറ്റ് ചെയ്യുക, ആ രീതിയിൽ അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളെ പരാജയപ്പെടുത്തുക എന്നുള്ള നീക്കമാണ് നടന്നത്. എന്തായാലും അമേരിക്കയ്ക്ക് ഇത് മിസ്കാൽക്കുലേഷനായി. ഗൾഫ് രാജ്യങ്ങൾ, സൗദിയും ഖത്തറും കുവൈറ്റും UAE ഒക്കെ അടക്കമുള്ള രാജ്യങ്ങൾ അസ്വസ്ഥരായതോടെ അമേരിക്ക വല്ലാത്ത ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് ഹാഷ്മി, സ്മിത. ഓക്കെ, ഇറാഖിൽ കേവലം 3 ആഴ്ച ഉണ്ടായിരുന്നു അവരെ എല്ലാം സദ്ദാം ഹുസൈനും തൂക്കിലേറ്റി കാര്യങ്ങളെല്ലാം സെറ്റാക്കി എന്നാൽ ഫിനിഷ് ഓഫ് ചെയ്ത്. പക്ഷേ അത് സെൻട്രലൈസ്ഡ് കമാൻഡ് ആയിരുന്നു. ഇത് സെൻട്രലൈസ്ഡ് കമാൻഡ് അല്ല. നേരത്തെ 31 പ്രവിശ്യകൾ, 31 ഹെഡ് ക്വാർട്ടേഴ്സ്, 31 ഓരോരോ സെപ്പറേറ്റ് എൻറ്റിറ്റികൾ, ഓരോന്നും അവരുടേതായ യുദ്ധം ചെയ്യാം. അപ്പം ഇതങ്ങനെ തകരും എന്നാണ് ജെയിംസ് സാർ പറഞ്ഞതിന്റെ അർത്ഥം. അതെ, അപ്പോൾ ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. പക്ഷേ ലോകം മുഴുവൻ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.